ഹലോ ഹായ് എല്ലാവർക്കും ലെന്നോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മളിന്ന് മാർച്ച് മാസത്തിലെ ജോബ് അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാര്യം നമുക്കറിയാം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് SSC എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ SSCയുടെ എക്സാംസിൻ്റെ അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. SSCയെ കുറിച്ച് A to Z നമ്മൾ പറയാൻ പോവുകയാണ് കേട്ടോ. എന്താണ് SSC എന്ന് പറയുന്നത്? നമുക്ക് ആദ്യം തുടങ്ങാം. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് അല്ലേ. അതെന്താണ്? It's an organization under the government of India that conducts exams to recruit staff for various posts in ministries, departments and subordinate offices. അല്ലെ, കേന്ദ്ര സർക്കാർ കീഴിൽ വരുന്ന മെയിൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് SSC മാത്രമല്ല, അതുപോലെ തന്നെ RRB. നമുക്കറിയാം RRB എക്സാംസ് 2024 SSC കലണ്ടർ അനുസരിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ എക്സാംസും കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷമാണ് RRB സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കേന്ദ്ര സർക്കാർ കീഴിൽ വരുന്ന മെയിൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് SSC അതുപോലെ തന്നെ RRB എന്ന് പറയുന്നത് അല്ലേ. SSC എക്സാംസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് SSC എക്സാംസ് ആണുള്ളത്? SSC CGL ഉണ്ട്, SSC CHSL ഉണ്ട്, SSC MTS ഉണ്ട്, SSC GD ഉണ്ട് അല്ലേ, SSC CPO ഉണ്ട്, SSC JE ഉണ്ട്, SSC സ്റ്റെനോഗ്രാഫർ ഉണ്ട്. SSC CGL എന്ന് പറയുമ്പോൾ എന്താണ്? CGL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലാണ്. ഇറ്റ്സ് ഫോർ റിക്രൂട്ട്മെന്റ് ടു ഗ്രൂപ്പ് B ആൻഡ് ഗ്രൂപ്പ് C പോസ്റ്റ് റിക്വയറിംഗ് എ ഗ്രാജുവേറ്റ് ഡിഗ്രി. അപ്പോൾ CGL എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഡിഗ്രി ഉള്ളവർക്കാണ് CGL എക്സാമിന് നമുക്ക് എഴുതാനായിട്ട് പറ്റുക. ഇനി CHSL ഉണ്ട്, അതായത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ഫോർ റിക്രൂട്ട്മെന്റ് ടു ഗ്രൂപ്പ് C പോസ്റ്റ് റിക്വയറിംഗ് 10+2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇത് CHSL, അതായത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ. ഓക്കെ, ഇനി അടുത്തത് SSC MTS ആണ്. MTS എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ് ഫോർ റിക്രൂട്ട്മെന്റ് ടു ഗ്രൂപ്പ് C പോസ്റ്റ് റിക്വയറിംഗ് 10th സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷൻ. അപ്പം CGL ഡിഗ്രിയും CHSL +2ഉം MTS എന്ന് പറയുന്നത് 10th ക്വാളിഫിക്കേഷനുമാണ് അവിടുത്തെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ഓഫീസേഴ്സ് എക്സാംസ് ആണ് GD CPO എന്ന് പറയുന്നത്. GD കോൺസ്റ്റബിൾ ഫോർ റിക്രൂട്ട്മെന്റ് ടു കോൺസ്റ്റബിൾ ഇൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്. അതുപോലെ തന്നെ CPO എന്താണ്? സബ് ഇൻസ്പെക്ടർ ആണ് ഫോർ റിക്രൂട്ട്മെന്റ് ടു സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ്. അതുപോലെ തന്നെ SSC JE വിളിക്കാറുണ്ട്, MTech അല്ലെങ്കിൽ BTech ഒക്കെ കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട്, ഫോർ റിക്രൂട്ട്മെന്റ് ടു ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ വിളിക്കാറുണ്ട് ഫോർ റിക്രൂട്ട്മെന്റ് ടു സ്റ്റെനോഗ്രാഫർ പോസ്റ്റ്. അപ്പം SSC CGL CHSL MTS GD CPO JE സ്റ്റെനോഗ്രാഫർ, ഇങ്ങനെയാണ് SSC എക്സാംസ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സ്റ്റേജസ് ആണ്. ആദ്യം ഒരു റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും, പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് എല്ലാത്തിനുമല്ല, മെയിനായിട്ട് റിട്ടേൺ എക്സാമിനേഷനാണ് എല്ലാത്തിലും ഉണ്ടായിരിക്കുക. അതിൽ ടയർ 1 ടയർ 2 ഉണ്ടായിരിക്കും. ടയർ 2 മാത്രം തന്നെ ചില എക്സാംസിന് മാത്രമായിരിക്കും ടയർ 2 ഉണ്ടായിരിക്കുക. സ്കിൽ ടെസ്റ്റും ചില പോസ്റ്റുകൾക്ക് മാത്രമായിരിക്കും സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ഫിസിക്കൽ ടെസ്റ്റും സം പോസ്റ്റ് മാത്രമായിരിക്കും. അപ്പോൾ മെയിനായിട്ട് എന്താണ്? റിട്ടേൺ എക്സാമാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്ക് കിടക്കുകയാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ടെൻറ്റേറ്റീവ് കലണ്ടർ ഓഫ് എക്സാമിനേഷൻ ഫോർ ദ ഇയർ 2025 to 2026. നമുക്കറിയാം എപ്പോഴാണ് അവസാനത്തെ SSC എക്സാം കഴിഞ്ഞത്? 25th February ആണ്. നോക്കിക്കേ, 25th February കഴിഞ്ഞതും ആ കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് 25 to 26 കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് 28th February ആണ്. 25th എക്സാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 28th തന്നെ റിലീസ് ചെയ്യുന്നു അല്ലേ, കലണ്ടർ റിലീസ് ചെയ്യുന്നു. അത്രയും കറക്റ്റായിട്ടാണ് എന്താ SSC അവരുടെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത്. അത്രയും കറക്റ്റ് സൈക്കിളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമാണ്. അതായത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കുള്ള എക്സാമുകളാണ് ആദ്യത്തെ 3 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം എന്ന് പറയുന്നത് JSA LDC ഗ്രേഡ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ 2024 പേപ്പർ 1 CBE എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. ഓക്കെ, അത് 28th February 2025 റിലീസ് ചെയ്യുന്നു. ക്ലോസിംഗ് ഡേറ്റ് 28th March 2025 ആണ്. April to May 2025. ഓക്കെ, രണ്ടാമത്തെ SSA UDC ഗ്രേഡ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ 2024. ഇറ്റ്സ് ഫോർ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമിനേഷൻ. നമ്മളവിടെ ഓൺലി ഫോർ ദി ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പേപ്പർ 1 ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അത് വന്നിരിക്കുന്നത് റിലീസ് ചെയ്തിരിക്കുന്നത് 6th March 2025 Thursday ആൻഡ് ക്ലോസിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 26th March 2025 Wednesday, April May 2025. ഇനി അടുത്തത് ASO ഗ്രേഡ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ 2022-2024 പേപ്പർ 1 CBE, റിലീസിംഗ് ഡേറ്റ് 20 March 2025 Thursday ആൻഡ് ദ ക്ലോസിംഗ് ഡേറ്റ് 9 April 2025.
2025 വെനസ്ഡേ. ആൻഡ് ദ ഡേറ്റ് അല്ലെങ്കിൽ മന്ത് ഓഫ് എക്സാം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് 2025 എക്സാമുകൾ നടക്കാം. ദിസ് ഈസ് ആർ ദ 3 ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമിനേഷൻ. അപ്പോൾ തുടങ്ങിയിരിക്കുന്നത് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമിനേഷനിലാണ് അവർ തുടങ്ങിയിരിക്കുന്നത് തന്നെ. ഓക്കെ, നാലാമത്തെയാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന എക്സാം അല്ലേ, സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് 12 2025 CBE ആണ്. അപ്പോൾ അത് വന്നിരിക്കുന്നത് ഏപ്രിൽ 16 അതിൻ്റെ റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത്. ക്ലോസിംഗ് ഡേറ്റ് 15th May 2025 തേഴ്സ്ഡേ ആണ്. ആൻഡ് ഡേറ്റ് മന്ത് ഒരു എക്സാം നടക്കാൻ പോകുന്നത് ജൂൺ ജൂലൈ മാസങ്ങളായിരിക്കും. ദാറ്റ് ഈസ് എ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് 12. ഇനി അഞ്ചാമത്തെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അല്ലേ, ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ നമ്മൾ പറഞ്ഞു. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2025 ടയർ 1 ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അതും ഏപ്രിൽ മാസം തന്നെയാണ്. 22 April 2025 ട്യൂസ്ഡേ. അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വന്നിട്ട് 21st May 2025 വെനസ്ഡേ. എക്സാം നടക്കാൻ പോകുന്നതും എപ്പോൾ തന്നെയാണ്, ജൂൺ ജൂലൈ. അതായത് ഏപ്രിലിൽ റിലീസ് ചെയ്യുന്നു, ജൂണിൽ എക്സാം നടത്തുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പോയിരിക്കുന്നത്. ജൂൺ ജൂലൈ 2025 ഇനി അടുത്തത് യൂണിഫോം എക്സാം, അതായത് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആൻഡ് പോലീസ് ഫോഴ്സസ് എക്സാമിനേഷൻ 2025 പേപ്പർ 1 ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. റിലീസിംഗ് ഡേറ്റ് മെയിലാണ്, 16th May 2025 ഫ്രൈഡേ ടു 14th June 2025 സാറ്റർഡേ. എന്താ പറയുക, ഡേറ്റ് അടക്കം അല്ലെങ്കിൽ ആ ഡേ അടക്കം കൊടുത്തിട്ടുണ്ട്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളായിരിക്കും ആ എക്സാം നടക്കാൻ പോകുന്നത്. ഇനി അടുത്തത് 10th +2, ഇതൊക്കെ ഡിഗ്രി ലെവലാണെങ്കിൽ അടുത്ത 10th +2 ഉള്ളവർക്കുള്ള CGL ആണ്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ 2025 ടയർ 1. നമ്മൾ പറഞ്ഞ പോലെ ചില എക്സാമുകൾക്ക് എന്തുണ്ടായിരിക്കും, പാർട്ട് 1 ഉണ്ട്, അതുപോലെ തന്നെ ടയർ 2 അങ്ങനെ ഉണ്ടായിരിക്കും. അങ്ങനെ ഇല്ലാത്ത എക്സാമുകൾക്കാണ് നമ്മൾ CBA എന്ന് മാത്രം കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യത്തെ എക്സാം മെയിൻ എക്സാം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതായത് ഫസ്റ്റ് പാർട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ സെക്കൻഡ് വൺ ഉണ്ടായിരിക്കും അല്ലേ. പ്രിലിംസും മെയിൻസും അത് പറയുന്ന പോലെ തന്നെ. അപ്പോൾ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി +2 ലെവൽ എക്സാമിനേഷൻ വരുന്നത് 27th May 2025 ട്യൂസ്ഡേക്ക് റിലീസ് ചെയ്യുന്നു. ക്ലോസ് ഡേറ്റ് 25 ജൂണിലാണ് ക്ലോസ് ചെയ്യുന്നത്. ജൂലൈയിൽ എക്സാം വരുന്നു. അടുത്തത് MTS ആണ്, മൾട്ടി ടാസ്കിംഗ് നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവിൽദാർ CBIC ആൻഡ് CBN എക്സാമിനേഷൻ 2025 CBE. അതും ജൂണിൽ തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്യുന്നത് 25th July 2025 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും എക്സാം നടക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അടുത്തത് സ്റ്റെനോഗ്രാഫറിൻ്റെ ആണ്. 9ാമത്തെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആൻഡ് D എക്സാമിനേഷൻ 2025 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. 29th July 2025 ട്യൂസ്ഡേ എന്നാണ് റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത്. ക്ലോസ് ഡേറ്റ് 21st August 2025 തേഴ്സ്ഡേക്കാണ്. എക്സാം നടക്കാൻ പോകുന്നത് ഒക്ടോബർ നവംബർ 2025 സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആൻഡ് D എക്സാമിനേഷൻ 2025 എക്സാം നടക്കാൻ പോകുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും. JEE അടുത്തത് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എക്സാമിനേഷൻ അല്ലെ, ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ. അടുത്തത് 10ാമത്തെ പേപ്പർ 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. അതിൻ്റെ റിലീസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് August 5 2025 ട്യൂസ്ഡേ. സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓഗസ്റ്റിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു മാസം മുന്നേ പഠിച്ചാൽ മതി, അങ്ങനെയാണോ? അല്ല, നമുക്ക് സമയം ഓൾറെഡി ഒരു കലണ്ടർ തരും, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ, കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് August 5 എക്സാം നടക്കുന്നു, 28th August അത് ക്ലോസ് ചെയ്യുന്നു. ഒക്ടോബർ നവംബർ മാസത്തിലായിരിക്കും JEE എക്സാം നടക്കാൻ പോകുന്നത്. അടുത്ത കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാമിനേഷൻ ആണ്. അതിൻ്റെ അടുത്തത് ഏതാണ്, കോൺസ്റ്റബിൾ മെയിൽ. ഓക്കെ, കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാം നടക്കാൻ പോകുന്നത് November-December 2025 അടുത്തത് കോൺസ്റ്റബിൾ ഡ്രൈവർ മെയിൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ 2025 CBE ആണ്. അപ്പോൾ ടയർ 1 ടയർ 2 ഒന്നും ഇല്ല എന്നർത്ഥം അല്ലേ. 19th September 2025 അത് റിലീസ് ചെയ്യുന്നു. 12th October ക്ലോസ് ചെയ്യുന്നത്. November-December മാസങ്ങളായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. ഹെഡ് കോൺസ്റ്റബിൾ CBI റിലീസിംഗ് ഡേറ്റ് CBE റിലീസിംഗ് ഡേറ്റ് 7th October 2025, ക്ലോസിംഗ് ഡേറ്റ് 5th November 2025 ഡിസംബറിലായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. ഹെഡ് കോൺസ്റ്റബിൾ CBE 14th October 2025 ട്യൂസ്ഡേക്കാണ് റിലീസ് ചെയ്യുന്നത്. അത് ക്ലോസ് ചെയ്യുന്നത് 6th November. എല്ലാത്തിനും ഒരു മാസത്തോളം സമയമാണ് തന്നിട്ടുള്ളത്, ഒരു മാസത്തിൽ കൂടുതൽ അല്ലേ. December 2025 എക്സാം നടക്കാൻ പോകുന്നത്. ഗ്രേഡ് C സ്റ്റെനോഗ്രാഫർ 16ാമത്തെ
16ാമത്തെ, ടോട്ടൽ 20 എണ്ണമാണുള്ളത്. 16ാമത്തെ ഗ്രേഡ് സി സ്റ്റെനോഗ്രാഫർ ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമിനേഷനാണ്. അപ്പോൾ നോക്കിക്കേ, ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമിനേഷനിലാണ് നമ്മൾ തുടങ്ങിയതും അവസാനിക്കുന്നതും ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമിനേഷനിൽ തന്നെയാണ്. ബാക്കി 17ഉം 18ഉം 19ഉം 20ഉം ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമിനേഷൻ തന്നെയാണ്. ആ എക്സാമുകളെല്ലാം നടക്കാൻ പോകുന്നത് മാർച്ച്, ഏപ്രിൽ 2026, ജനുവരി, ഫെബ്രുവരി 2026. കണ്ടോ, ഏപ്രിൽ 2026 ആകുമ്പോഴേക്കും, അടുത്ത വർഷം ഏപ്രിൽ ആകുമ്പോഴേക്കും SSCയുടെ എക്സാംസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും, അടുത്ത കലണ്ടർ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ ഇതിൽ എല്ലാം വന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമിനേഷൻ 11th നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു, JSC LDC ഗ്രേഡ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ 2025, അതുപോലെ തന്നെ UDC ഗ്രേഡ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ 2025, ASO ഗ്രേഡ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ 2025 എല്ലാം വന്നിരിക്കുന്നു. മാർച്ച്, ജനുവരി അടുത്ത വർഷം സ്റ്റാർട്ടിങ് തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമിനേഷൻസ് എല്ലാം നടക്കുന്നതാണ്. അപ്പോൾ ഈ കലണ്ടർ പ്രകാരം തുടങ്ങിയതും ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമിനേഷനിലായിരുന്നു, അവസാനിച്ചതും ഡിപ്പാർട്ട്മെൻറ്റ് എക്സാമിനേഷനിലാണ് അല്ലേ. 20ഓളം ഓപ്പർച്യൂണിറ്റീസ്, എക്സാംസ് എന്ന് പറയുന്നില്ല, 20ഓളം ഓപ്പർച്യൂണിറ്റീസുമായിട്ടാണ് SSC വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ആളെന്ന് പറയുന്നത് ഏതാണ്, കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2025 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. അതുപോലെ തന്നെ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫേസ് 12 2025, അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറും, അതുപോലെ തന്നെ എന്താണ് കമ്പൈൻ ഹയർ സെക്കൻഡറി +2 എക്സാമിനേഷൻസ് എല്ലാം വരുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുമായിട്ടാണ് SSC വന്നിട്ടുള്ളത്. സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ, കമ്പൈൻ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ, SIL സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ, കമ്പൈൻ ഹയർ സെക്കൻഡറി 10+2 ലെവൽ എക്സാമിനേഷൻ. ഇപ്പോൾ ഡിഗ്രി പഠിച്ചവർക്കും +2 പാസ്സായവർക്കും വേണ്ടി എല്ലാവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് തുറന്നിരിക്കുകയാണ് SSC. അവർ നമുക്കൊരു ടൈം ടേബിൾ തന്നു അല്ലേ, എന്നാണ് റിലീസ് ചെയ്യുന്നത്, എന്നാണ് എക്സാം നടക്കാൻ പോകുന്നത്, എന്നാണ് ക്ലോസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ ചെയ്യുന്നത് എന്തുമാത്രമാണ്, പഠിക്കുക, കഷ്ടപ്പെട്ട് പഠിക്കുക, ഇഷ്ടമുള്ള ജോലി ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ജോലി ചെയ്യാം. ഇഷ്ടമുള്ള ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കഷ്ടപ്പാട് തോന്നില്ല അല്ലേ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെബ്സൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. 3 വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻ SSC വെബ്സൈറ്റും SSC കാൻഡിഡേറ്റ് പോർട്ടലും അതുപോലെ തന്നെ SSC റീജിയണൽ നെറ്റ്വർക്കും. മെയിൻ SSC വെബ്സൈറ്റ് എന്ന് പറയുന്നത് https://ssc.gov.in ആണ്. കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറയുന്നത് https://ssc.gov.in കാൻഡിഡേറ്റ് പോർട്ടൽ 1 ടൈം രജിസ്ട്രേഷൻ ഹോം പേജ്. SSC റീജിയണൽ നെറ്റ്വർക്ക് https://ssc.nic.in പോർട്ടൽ റീജിയണൽ നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.